പുളി ഇതാ നോക്കിക്കോളൂ. കളർ ചേഞ്ച് വരുന്നു, നോക്കൂ, വരുന്നുണ്ടോ? ചാമ്പയ്ക്ക ശരിക്കും ഒരു ആസിഡിക് ഫുഡ് അല്ലേ? അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ആസിഡ് ഉള്ളത് എത്ര അധികം ആസിഡ് ഉള്ളതേ ഉള്ളൂ. ചില പ്രകൃതിക്കാരൊക്കെ പറയാ ആസിഡ് ഭക്ഷണം കഴിക്കരുത്. നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോ? നമുക്ക് എന്തും കഴിക്കാം, എപ്പോഴും കഴിക്കാം, എത്രയും കഴിക്കാം. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാലേ ഇതൊക്കെ പ്രശ്നമുള്ളൂ അല്ലേ? നമ്മള് കുട്ടികളാകുമ്പോ നമുക്ക് എന്തും കഴിക്കാം. പക്ഷെ ഇതെന്താണ്? അസിഡിക്. അപ്പൊ ഇതിലൊരു ആസിഡ് ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അല്ലറിക് ആസിഡ്, അല്ലറ ചില്ലറ ആസിഡ്, അല്ലറിക്ക, വേറൊന്നും വേണ്ട. കുറെ ആസിഡുകൾ ഉണ്ട്. വൺ ഓഫ് ദ ആസിഡ്സ് ആണ് എന്ത് പേര് പറയാം? അല്ലറിക് ആസിഡ്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കൂ കൂട്ടുകാരെ. ഇത് പച്ചമുന്തിരിയാണ് അല്ലേ? ഈ പച്ചമുന്തിരി, ആ പച്ചമുന്തിരി അല്ലേ? ഇത് പച്ചമുന്തിരിയാണ്. ഈ പച്ചമുന്തിരിങ്ങയില് ഞാനൊന്ന് വരയ്ക്കാൻ പോവുക. തൽക്കാലം ഇവിടെ വരയ്ക്കാവേ. ചേഞ്ച് ഉണ്ടോ നോക്കൂ, കണ്ടുവല്ലോ. ആ അതാണ്, ആ ഇതും കളർ മാറിയല്ലോ അല്ലേ? അപ്പൊ ഈ പച്ചമുന്തിരിയിലും ഒരു ആസിഡ് ഉണ്ട്. എന്താണെന്നറിയോ പേര്? ടാർട്ടാറിക് ആസിഡ്. എന്താറിക് ആസിഡ്? എന്താറിക് ആസിഡ്? ടാർട്ടാറിക്. ഒരു ടാർട്ടാർ രാജാക്കന്മാരെ കേട്ടിട്ടുണ്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോ അല്ലെ? ടാർട്ടാറിക് ആസിഡ്. അപ്പൊ നാരങ്ങയിൽ എന്താ ആസിഡ്? സിട്രിക്. അടുത്തത് ചാമ്പയിലോ? അലാറിക് ആസിഡ്. ഗാലറിക് എന്ന് പറയൂട്ടാ. മൂന്നാമത്തേത് വിനേഗറിൽ ഏതാ പറയും? അസറ്റിക് ആസിഡ്. സിന്തറ്റിക് കറക്റ്റാ. അസറ്റിക്, ഇറ്റ് ഈസ് എ സിന്തറ്റിക് വിനേഗർ. ലാസ്റ്റ് വാട്ട് വി ഷോൺ, മുന്തിരി എന്താ ആസിഡ് ആയിരുന്നു? ടാർട്ടാറിക് ആസിഡ്. മറന്നു വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് ചെമ്പരത്തി ഇങ്ങനെ ഒരച്ചിട്ട് ആ കളർ ചേഞ്ച് കാണാൻ പറ്റും. പക്ഷെ ബേസ് ഒരച്ച അതിന്റെ നിറം മാറിപ്പോവും. അത്രേ ഉള്ളൂ. ഒരു പോയിന്റ് കാണിക്കുകയാണേ ഭാഷ. നോക്കിക്കോളൂ, ഞാൻ ആപ്പിളെ കൊണ്ട് പൊട്ടിക്കണ്ടെന്ന് തോന്നി എനിക്ക്.